സ്നോഫൽക്ക. അപ്പോൾ നമ്മൾ രണ്ടാളും അഹമ്മദാബാദിലാണ്. ഫൈനൽ നടക്കാൻ ഇനി കുറഞ്ഞ സമയമുള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ സഞ്ജു സാംസനെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അത് വീണ്ടും നൗഫൽക്ക സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട സമയത്ത് ഭയങ്കര വീണ്ടും വൈറലായിട്ടുണ്ട്. അപ്പോൾ സഞ്ജു ഇന്നലെ നമ്മുടെ അടുത്ത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞു, ഭയങ്കര സിമ്പിൾ, ഒരു ടെൻഷനും സഞ്ജുവിന് കാണുന്നില്ല. അപ്പോൾ ഇന്നലെ വാങ്കഡയിൽ നിന്ന് അഹമ്മദാബാദിലെത്തിയപ്പോൾ സഞ്ജുവിൽ കണ്ട ഒരു മാറ്റം എന്താ? നമുക്ക് സത്യത്തിൽ ടെൻഷനാണല്ലോ. നമുക്കിപ്പം മലയാളിക്ക് ടെൻഷൻ അടിക്കാൻ മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ സഞ്ജു സാംസൺ ആണല്ലോ. സഞ്ജു സാംസൺ കളിക്കാൻ ഇറങ്ങുമ്പം ആദ്യ ബോൾ നേരിടുമ്പം 50 അടിക്കാൻ പോകുമ്പം സെഞ്ചുറിയിലേക്ക് നീങ്ങുമ്പോഴൊക്കെ നമുക്ക് പണ്ട് സച്ചിൻ കളിക്കുമ്പോണ്ടായ അതേ അനുഭവമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതല്ല, അതിനേക്കാൾ വലുതാണ് നമുക്ക് ടെൻഷൻ എന്നുള്ളതാണ്. പക്ഷേ സഞ്ജുവായി സംസാരിച്ചപ്പം, സഞ്ജുവിനെ കണ്ടപ്പോൾ, സഞ്ജുവിൻ്റെ കയ്യിൽ ഒന്ന് പിടിച്ചപ്പോൾ, സഞ്ജുവിൻ്റെ തമാശകൾ കേട്ടപ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആയി എന്നുള്ളതാണ്. സഞ്ജു ഓൾറെഡി റിലാക്സ്ഡ് ആണ്. കാരണം സഞ്ജുവിന് സമ്മർദ്ദമുണ്ടോ, സഞ്ജുവിന് ടെൻഷനുണ്ടോ എന്നുള്ളതാണ് നമ്മളെ ടെൻഷൻ. പക്ഷേ സഞ്ജുവിന് ഒരു ടെൻഷനും ഇല്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മർദ്ദത്തിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നുപോയത്. ആ സമ്മർദ്ദത്തെല്ലാം അതിജീവിച്ച് അദ്ദേഹം 97 റൺസ് എന്ന് വെസ്റ്റ് ഇൻഡീസിനെ സ്കോർ ചെയ്തു. അദ്ദേഹമാണ് ടീമിനെ ജയിപ്പിച്ചത്. നിസ്സംശയം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം 89 സെമിയിൽ സ്കോർ ചെയ്തു. വളരെ കൂളായി സ്കോർ ചെയ്തു. ഒരു ലൈഫ് കിട്ടിയെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഇന്നിങ്സ് അതിഭയങ്കരമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട 2 ലോകകപ്പ് മത്സരങ്ങളിൽ ഇങ്ങനെ സ്കോർ ചെയ്ത ഒരാൾക്ക് ഇനി അടുത്ത മത്സരത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സഞ്ജു ആ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചതിൻ്റെ ഒരു കോൺഫിഡൻസ് അയാളുടെ മുഖത്തുണ്ടായിരുന്നു, അയാളുടെ സംസാരത്തിലുണ്ടായിരുന്നു, അയാളുടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ഘട്ടങ്ങൾ എല്ലാം കണ്ടു. അദ്ദേഹത്തിൻ്റെ നടത്തത്തിൽ പോലും നമുക്ക് ആ കോൺഫിഡൻസ് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അത് നമുക്ക് വലിയ ആശ്വാസമാണ്. പിന്നെ ക്രിക്കറ്റാണ്, ഒരു ബോൾ മതി ഒരാൾ ഔട്ടാവാൻ. അത് എത്ര നല്ല ബാറ്ററാണെങ്കിലും, സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിലും വെങ്കടപതി രാജു ആണെങ്കിലും ഔട്ടാവാൻ ഒരു ബോൾ മതി. അപ്പോൾ അത് സംഭവിക്കാതിരിക്കട്ടെ. സഞ്ജു മികച്ച് കളിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അപ്പോഴേ നമുക്ക് സന്തോഷിക്കാൻ കഴിയുള്ളൂ. നൗഫൽഖാനെ സംബന്ധിച്ച് സഞ്ജുവിൻ്റെ കരിയർ തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഏതാണ്ട് സഞ്ജുവിനൊപ്പം സഞ്ചരിക്കാൻ പറ്റിയൊരു മാധ്യമപ്രവർത്തനം. എനിക്ക് തോന്നുന്നു 3-ലധികം ഒരുപാട് തവണ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് ചെറിയ സഞ്ജുവിൽ നിന്ന് ഇന്ന് ഉയരം കൂടിയ സഞ്ജുവിൽ എത്തി നിൽക്കുമ്പോൾ അതിനൊപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. സഞ്ജു നമുക്കറിയാം, നമ്മൾ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം ഏറ്റവും തുടക്കത്തിലൊന്നും നമുക്ക് അങ്ങനെ സഞ്ജുവായിട്ട് ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സഞ്ജു തിരുവനന്തപുരത്താണ്, ഞാൻ കോഴിക്കോട് മലപ്പുറത്തൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് തിരുവനന്തപുരത്തൊക്കെ എത്തുമ്പോഴൊക്കെയാണ് സഞ്ജുവായിട്ട് കൂടുതൽ നമുക്ക് ബന്ധപ്പെടാനും എടുക്കാനൊക്കെ സാധിക്കുന്നത്. അപ്പം സഞ്ജുയുടെ പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലൊക്കെ കളിക്കാൻ വന്നപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ബൈറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. അല്ല, അതൊരു മുഴുനീള ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ പറ്റിയത് മാതൃഭൂമി ന്യൂസിൽ വർക്ക് ചെയ്യുമ്പം തിരുവനന്തപുരത്ത് വെച്ചൊക്കെ ആയിരുന്നു. അങ്ങനെ 2-3 തവണ സഞ്ജുവായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി. സഞ്ജുവിൻ്റെ IPL-ലുള്ള മികച്ച പ്രകടനത്തിൻ്റെ സമയത്ത്, സഞ്ജു ഒരു ഓസ്ട്രേലിയൻ ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്തൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ വളരെ കൂളായി സംസാരിക്കുന്ന സഞ്ജു അതേ പേസ് ഇപ്പോഴും നിലനിർത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും പെരുമാറുന്നു എന്നുള്ളതാണ് സഞ്ജുവിൻ്റെ. അവിടുന്ന് എത്രയോ ഉയരങ്ങളിൽ സഞ്ജു എത്തിക്കഴിഞ്ഞു. നമ്മളൊക്കെ വിളിക്കുമ്പോൾ സഞ്ജു ഫോൺ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ വിളിക്കുമ്പോൾ സഞ്ജു അടുത്തേക്ക് വരേണ്ട കാര്യമൊന്നും സഞ്ജുവിന് ഇല്ല സത്യത്തിൽ. പക്ഷേ സഞ്ജു എന്ന് പറയുന്ന വ്യക്തി കളിക്കാരൻ എന്നതിനേക്കാൾ ഉപരി മഹത്തായൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് സഞ്ജുവിന് ഇപ്പോഴും അത് തുടരാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി, അദ്ദേഹത്തിൻ്റെ കളിയോടുള്ള അപ്രോച്ച്. ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വേറെ ആരോ ഒക്കെ വന്നിട്ട് ഞാനൊരു ബോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ബോൾ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ സഞ്ജു അത്ര സിമ്പിളാണെങ്കിൽ തന്നെയും അദ്ദേഹം അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു അമ്പലമായി കരുതുന്ന, അല്ലെങ്കിൽ ഒരു അത്രയും പരിപാവനമായി കരുതുന്ന ഒന്നാണ് ക്രിക്കറ്റ് പിച്ച്. അപ്പോൾ അതിൽ നമ്മൾ ബാറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ബോൾ ചെയ്യുന്നതൊക്കെ വല്ലാത്തൊരു ഭയങ്കരമായൊരു എന്താ പറയുക, അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരിക്കൽ എന്നോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അത്രയും കളിയോട് ഭയങ്കരമായ എന്താ പറയുക കമ്മിറ്റ്മെൻറ്റാണ്. കോവിഡ് സമയത്താണ് ഒരിക്കൽ നമ്മൾ സംസാരിച്ചത്. കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും അടച്ചുപൂട്ടിയിരിക്കുന്നു, ക്രിക്കറ്റ് പ്രാക്ടീസ് പോലും നടക്കുന്നില്ല, ആകെ എല്ലാവരും സമയത്താണ് അയാൾ വീടിൻ്റെ സൈഡിൽ ഒരു പ്രത്യേക നെറ്റ്സ് ഉണ്ടാക്കി അവിടെ ദിവസവും പ്രാക്ടീസായിരുന്നു. അത് സാധാരണ കിട്ടുന്നതിന് കൂടുതൽ ഒഴിവ് സമയം കിട്ടുന്നത് കാരണം അത്രയോ ബോളുകൾ അദ്ദേഹം ഈ ബോളിംഗ് മെഷീൻ സംഘടിപ്പിച്ച് അത് വെച്ച് എറിഞ്ഞ്, അതുകൊണ്ട് വീട്ടിൽ ആരെക്കൊണ്ടോ അങ്ങനെ സ്വന്തം അടുത്ത കൂട്ടുകാരൊക്കെ ഇവിടെ അടുത്തുള്ളവരെ കൂട്ടി അങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് അദ്ദേഹം ആ ഒരു എന്താ പറയുക കളി നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചത്. പിന്നെ റൈഫി വിൻസെൻ്റ് തോമസിൻ്റെ കാര്യം പറയാണ്ട്, ഒരിക്കൽ റൈഫി വിൻസെൻ്റ് ഒരു ദിവസം 1000 ബോളുകളൊക്കെ റൈഫി സഞ്ജുവിന് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് സഞ്ജു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സഞ്ജുവിൻ്റെ കൂട്ടുകാർ, സഞ്ജുവിൻ്റെ സഹകളിക്കാരൊക്കെ സഞ്ജുവിനെ നന്നായി
സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു ഗുണം സഞ്ജുവിനുണ്ട്. ആ കമ്മിറ്റ്മെൻറ്റാണ് സഞ്ജുവിനെ ഇതുവരെ എത്തിച്ചതെന്നുള്ളവർക്ക് ഒരു തർക്കവുമില്ല. അതുതന്നെയാണ് സഞ്ജുവിൻ്റെ വിജയത്തിന് പിന്നിൽ. ഞാനിത് സംസാരിക്കുമ്പോൾ നമ്മുടെ കരിയറിൽ സഞ്ജു സാംസനെ ഒരു ഇൻ്റർവ്യൂ ചെയ്തതും നൗഫൽക്കായ്ക്ക് അറിയാം. നൗഫൽക്കാണ് സഞ്ജുവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ടീം അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമയത്ത് സഞ്ജു സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. സഞ്ജു മാറി മീൻസ് അവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്, നോക്കാം ചേട്ടാ സമയം പോലെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നൗഫൽക്ക സംസാരിച്ച് എനിക്ക് വന്നിരുന്നു, അപ്പോൾ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവിടെ സഞ്ജു കേരള സൂപ്പർ ലീഗിന്റെ സമയത്ത് അതെ അത് നമ്മുടെ KCLന്റെ സമയത്ത്, കേരള ക്രിക്കറ്റ് ലീഗിന്റെ സമയത്ത്. അപ്പോൾ സഞ്ജു അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജു ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സഞ്ജുവിൻ്റെ ചെറുപ്പത്തിൽ വന്നത്, സഞ്ജു ഏതാണ്ട് എനിക്കത് 2010-11 കാലഘട്ടത്തിൽ എറണാകുളത്ത് രഞ്ജി ട്രോഫി ടീമിന്റെ ഭാഗമായപ്പോൾ അവിടെ പി പ്രശാന്ത് അവിടെ കൊണ്ടുവരുന്ന സഞ്ജുവിനെ പരിചയപ്പെടുത്തി. അപ്പോൾ സഞ്ജു ചെറിയ ആളാണ്. അപ്പോൾ അന്ന് ഈ ചെറിയ കുട്ടിയാണ്, മീൻസ് ഏറ്റവും ബേബി ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു, സംസാരിച്ചു. നൗഫൽഖാൻ്റെ കാര്യമൊക്കെ സംസാരിച്ചപ്പോഴാണ് കൂടുതൽ പറഞ്ഞു. ഒരു 1/2 മണിക്കൂർ നേരം സഞ്ജു ഞാനും മാത്രം ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഒരു കസേരയിലിരുന്ന് സംസാരിച്ചു. ആ സംസാരം അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? എന്നാൽ നമുക്ക് ഇന്റർവ്യൂ തുടങ്ങാം എന്ന് പറഞ്ഞ് സഞ്ജു ഗ്രൗണ്ടിലേക്ക് പോയി. എനിക്ക് തോന്നുന്നത് അതിലും ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, ആ ഇന്റർവ്യൂ കഴിഞ്ഞ് സഞ്ജുവിൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് സഞ്ജു തന്നെ സഞ്ജുവിൻ്റെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നൗഫൽക്കായ്ക്ക് അയച്ചത് അല്ലേ? അതായത് പിന്നെ ബന്ധം സൂക്ഷിക്കുന്നതിൽ ഞാനൊക്കെ വളരെ പിന്നിലാണ്. ഇപ്പം എനിക്ക് ഇന്നൊരാളെ ഞാനെപ്പോഴും എൻ്റെ ഫ്രണ്ടായിട്ട് കൊണ്ടു നടക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഒരാളെ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ ചെയ്യാറില്ല. അത് എൻ്റെ ഒരു കഴിവുകേടായിരിക്കാം. പക്ഷേ അതിന്നൊക്കെ എത്രയോ മുകളിലാണ് സഞ്ജു ബന്ധം സൂക്ഷിക്കുന്നതിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം. ഇപ്പം എന്നെ അങ്ങനെ ബന്ധപ്പെട്ട കാര്യമൊന്നും മൂപ്പരിക്കില്ല. പക്ഷേ എന്താണെന്നറിയില്ല, നല്ല കാര്യം. പക്ഷെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇന്നലെ നമ്മൾ സഞ്ജു ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സഞ്ജു അവിടെ ഇരിക്കുന്നു, വരുൺ ചക്രവർത്തി ഉണ്ട്, സൂര്യകുമാർ യാദവ് ഇപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൗണ്ടറി ലൈനിൽ നൗഫൽക്കായി ഞങ്ങളൊക്കെ ഇവിടുന്ന് നൗഫൽക്ക സഞ്ജുവിനെ ജസ്റ്റ് ഹായ് കൊടുത്തു. സഞ്ജു ഞാനിപ്പോൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് അവരോട് സംസാരം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സഞ്ജു ഞങ്ങളെടുത്ത് വന്ന് കൂളായി സംസാരിച്ചു. പറഞ്ഞല്ലോ അന്ന് ഇപ്പോൾ അതായത് ക്യാമറ ഒന്നും വേണ്ടടാ എന്ന് വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ക്യാമറ ആയിട്ട് ഇങ്ങനെ വന്ന സമയത്ത് മൂപ്പര് ക്യാമറ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് ഒരു റിക്വസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മൾ അനുസരിക്കണല്ലോ. ആരും ക്യാമറ വെച്ചില്ല, എല്ലാവരും ക്യാമറ ഓഫ് ചെയ്തു. മൂപ്പര് ജസ്റ്റ് ഒരു പരിചയം പുതുക്കുക എന്നുള്ള നിലക്ക് വന്നതാണ്. അപ്പം എന്താ പറയുക, എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ വേണ്ടി മാത്രം ഒരാളെ നമ്മൾ ബന്ധപ്പെടുന്നത് ശരിയല്ലല്ലോ. ഇടയ്ക്കൊക്കെ സംസാരിക്കാം, നല്ല കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നിപ്പം സഞ്ജു കൂടുതൽ റൺ അടിക്കട്ടെ, നമുക്കത് അങ്ങനെ തന്നെ ആഗ്രഹിക്കാം. പക്ഷേ അതല്ല, നമ്മൾ എന്താ വെച്ചാൽ നമ്മളിപ്പം ഇന്നിപ്പോൾ സഞ്ജു പിന്നെ സ്കോർ ചെയ്തില്ല എന്ന് വെക്കുക, അത് സഞ്ജുവിൻ്റെ അവസാനമോ ഒന്നുമല്ലല്ലോ. സഞ്ജു ഇത് ക്രിക്കറ്റാണ്. ഏത് പ്ലെയറും എപ്പോഴും എന്തും സംഭവിക്കാം. അയാൾ മികച്ച ഫോമിലേക്ക് ഉയരാം, ചിലപ്പോൾ അയാൾക്ക് പറ്റില്ല എന്ന് വരാം. അതൊക്കെ ഡിപ്പെൻസ്. പല കാരണങ്ങളുണ്ട് ഒരാൾ ഫോമിലാകാനും ആകാതിരിക്കാനും ഒക്കെ. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ലത് സംഭവിക്കട്ടെ എന്നാണ്. നല്ലത് സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം പോസിറ്റീവായി ഇപ്പോൾ സഞ്ജുവിൻ്റെ മേലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉള്ളത്. ഇതൊന്നും സഞ്ജു കേൾക്കുന്നില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാനത് പറയുന്നത്. കാരണം സഞ്ജു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ താൽക്കാലികമായിട്ട്. അത് സഞ്ജു തീരുമാനിച്ചൊരു കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് ഇതുപോലുള്ള പ്രൈസ് ചെയ്യുന്ന വീഡിയോകളുണ്ടാവും, സഞ്ജുവിനെ ഇകഴ്ത്തുന്ന വീഡിയോകളുണ്ടാവും. അതൊന്നും സഞ്ജു കാണേണ്ടതില്ല. സഞ്ജുവിൻ്റെ കളി കാണുക, കളിയെക്കുറിച്ച് മാത്രം ആലോചിക്കുക എന്നുള്ളതാണ്. ആ ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. അതിന് അദ്ദേഹം ഗുണമുണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ ഇത് സഞ്ജു കാണാത്തതുകൊണ്ട് നമുക്ക് എന്തും പറയാമല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ഞങ്ങൾ സ്റ്റേഡിയത്തിലാണ്. കളീൻ്റെ ഒരു തിരക്കിലേക്ക് പോകണമെങ്കിൽ കുറഞ്ഞ മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഇവിടുന്ന് സഞ്ജു എന്നുള്ള വിളി ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നാണ് ഞങ്ങൾക്ക് എല്ലാവരും. അപ്പോൾ താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.